Hi guys, hi guys. Okay. ഞാൻ ഇന്ന് കാണിച്ചാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ട് കുറച്ച് എൻ്റെ പുതിയ വീട്ടിൽ താമസിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ട് കുറച്ച് അച്ചാറിൻ്റെ പുളിയിഞ്ചിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ചാറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കഴിയാറായി കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളിൻ്റെ അച്ചാറാണ്. ഓക്കെ. സെക്കൻഡ് ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയത് മീൻകാരൻ്റെ അരി പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. സെക്കൻഡ് ഞാൻ ഉണ്ടാക്കിയത് മാങ്ങ ഇഞ്ചി അച്ചാറാണ്. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു പ്രത്യേക ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാറാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഉണക്കമാങ്ങ അച്ചാറാണ്. ഇത് സെറ്റായിട്ടുള്ളത്, സെറ്റ് ആവണേ ഉള്ളൂ. തരാം. ഇത് പുളിയിഞ്ചിയാണ്, പുളിയിഞ്ചി. ഇത് ഈന്തപ്പഴം പുളിയിഞ്ചി, ഈന്തപ്പഴവും മറ്റേ മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ടുള്ള പുളിയിഞ്ചിയാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പം ഇത്രയും ഐറ്റംസ് ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഇത് ഞാൻ കാണാതെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെയൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയ ചാനൽ പോയത് കാരണം കൊണ്ട് ഇപ്പോൾ പുതിയ ചാനലിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിലെല്ലാം റെസിപ്പീസ് ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇവരെന്ന് വെച്ചാൽ ഒരു പ്ലേസ് കൊടുക്കൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.